Basidiomycotina. Puccinia, kingdom Fungi, division Eumycota, subdivision Basidiomycotina, class Teleomycetes, order Eurydiales and family Pucciniaceae. Puccinia is a Basidiomycetes fungi commonly known as rust because of the rusty patches produced on stems and leaves of host plants. Puccinia എന്ന് പറയുന്നത് ഒരു ബസിഡിയോമൈസീറ്റസ് ഫംഗസ് ആണ്. ഇതിനെ കോമൺ ആയിട്ട് റസ്റ്റ് എന്ന് വിളിക്കും. കാരണം ഇതൊരു റസ്റ്റി പാച്ചസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്, അതായത് സ്ട്രിക്റ്റ് പാരസൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് അറ്റാക്സ് എ വെറൈറ്റി ഓഫ് ഹോസ്റ്റ് പ്ലാന്റ്സ് ഇൻക്ലൂഡിംഗ് മെനി സീരിയൽസ് ആൻഡ് മില്ലറ്റ്സ്. ഇത് രണ്ട് തരത്തിലുള്ള ഫംഗസ് ഉണ്ട്. ഒന്ന് ഓട്ടോഈഷ്യസ് ഫംഗസും ഹെറ്ററോഈഷ്യസ് ഫംഗസും. ഓട്ടോഈഷ്യസ് ഫംഗസ് ആണെങ്കിൽ അത് ഒരു സിംഗിൾ ഹോസ്റ്റിലായിരിക്കും അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹെറ്ററോഈഷ്യസ് ആണെങ്കിൽ അത് രണ്ട് ഡിഫറെന്റ് ഹോസ്റ്റിലായിരിക്കും അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓട്ടോഈഷ്യസ് ഫംഗസിന് ഒരു എക്സാമ്പിൾ ആണ് പക്സീനിയ ആസ്പെരാഗി എന്ന് പറയുന്നത്. ആസ്പെരാഗസിൽ മാത്രം ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഹെറ്ററോഈഷ്യസ് ആണെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് പക്സീനിയ ഗ്രാമിനിസ്. ഇത് രണ്ട് ഡിഫറെന്റ് ഹോസ്റ്റിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, വീറ്റിലും ബാർബറിയിലും. Three species of Puccinia are known to attack wheat. They are Puccinia graminis, Puccinia glimmarum and Puccinia triticina. മൂന്ന് സ്പീഷീസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് Puccinia graminis, അതായത് ബ്ലാക്ക് റസ്റ്റ് ഫോം ചെയ്യും. പിന്നെ ഒന്ന് യെല്ലോ റസ്റ്റ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രൈപ്പ് റസ്റ്റ് ഫോം ചെയ്യുന്നതാണ് Puccinia glimmarum. ഇനി ബ്രൗൺ റസ്റ്റ് അല്ലെങ്കിൽ ഓറഞ്ച് ലീഫ് റസ്റ്റ് ഫോം ചെയ്യുന്നതാണ് Puccinia triticina എന്ന് പറയുന്ന സ്പീഷീസ്. ഈ മൂന്ന് സ്പീഷീസ് ആണ് പക്സീനിയനെ അറ്റാക്ക് ചെയ്യുന്നത്. Puccinia graminis. Puccinia graminis cause black stem rust of wheat in almost all wheat growing areas of world. It also attack a large number of other hosts such as oats, barley, rye and many wild grasses. അപ്പോൾ വീറ്റ് മാത്രമല്ല ഈ പറഞ്ഞ സീരിയൽസിനെ അറ്റാക്ക് ചെയ്യാം. ഇതൊരു ഹെറ്ററോഈഷ്യസ് ഫോം ആണ്, അതായത് ലൈഫ് സൈക്കിള് രണ്ട് ഡിഫറെന്റ് ഹോസ്റ്റിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിനൊരു ഡൈകാരിയോഫേസും ഉണ്ട്, ഹാപ്ലോഫേസും ഉണ്ട്. ഡൈകാരിയോഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വീറ്റ് പ്ലാന്റിലും ഓൾട്ടർനേറ്റ് ഹോസ്റ്റിലാണ് ഹാപ്ലോഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതായത് ബാർബറി പ്ലാന്റ്സിൽ. Thus the life cycle is completed only when both the hosts are present. രണ്ട് ഹോസ്റ്റ് ഉണ്ടെങ്കിലേ ഈ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ്. ഇതാണ് വീറ്റ് അതിന്റെ പ്രൈമറി ഹോസ്റ്റും ബാർബറി ദ ഓൾട്ടർനേറ്റീവ് ഹോസ്റ്റ്. Life cycle. Dikaryophase consists of dikaryotic mycelium and two spore stages, namely uridinal stage and cilial stage. അപ്പം ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എസിഡിയോസ്പോസിൽ നിന്നാണ്. അതായത് ബാർബറി ലീവ്സിന്റെ ലോവർ സർഫസിലാണ് അസിഡിയൽ കപ്സ് കാണുന്നത്. അതിൽ നിന്ന് അസിഡിയോസ്പോർസ് ഫോം ചെയ്യും. ഈ സ്പോർസ് വന്ന് വീറ്റ് പ്ലാന്റ്സിൽ വന്ന് വീഴുമ്പോഴാണ് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Uridinal stage. A few days after infection, the dikaryotic mycelium began to form uridosauri. Infection കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ uridosauri ഫോം ചെയ്യും. The hyphae of the mycelium aggregate to form hyphal mass near the surface of the infected leaf. അപ്പം ഇൻഫെക്റ്റഡ് ചെയ്ത ആ പോർഷനിൽ ഒരു ഹൈഫൽ മാസ്, ഒരു അഗ്രിഗേറ്റ് ഫോം ചെയ്യും. The hyphal mass surrounds isolated host cells which are called uridia. അപ്പം ഐസൊലേറ്റഡ് ഓരോ ഹോസ്റ്റ് സെല്ലിനെയും ഇത് സറൗണ്ട് ചെയ്യും, അതായത് സെല്ലിന്റെ ഇന്റർസെല്ലുലാർ സ്പേസസിലൊക്കെ ഇത് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങും. അതിനെയാണ് നമ്മൾ യൂറിഡിയ എന്ന് പറയുന്നത്. ഈ യൂറിഡിയയിൽ നിന്നാണ് യൂറിഡോസ്പോർസ് ഫോം ചെയ്യുന്നത്. The group of യൂറിഡോസ്പോർസ് formed is called യൂറിഡോസോറസ്. ഇതിനെയാണ് യൂറിഡോസോറസ് എന്ന് പറയുന്നത്. The spores are produced on long stalks and each spore is binucleate, somewhat oval to round in outline with a warty wall and 4 equatorial germ pores. അപ്പം ഓരോ സ്പോർസ് യൂറിഡോസ്പോർസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ
ലോങ് സ്റ്റോക്ക് ഉണ്ടാവും, ബൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള സെല്ലായിരിക്കും. ആൻഡ് ഇതിന്റെ ഔട്ട്ലൈൻ നോക്കി കഴിഞ്ഞാൽ വോട്ടി വോൾ ആയിരിക്കും, അതായത് സ്മൂത്ത് അല്ലാത്ത വോൾ ആയിരിക്കും. ആൻഡ് 4 ഇക്വറ്റോറിയൽ germ pores ഉണ്ടാവും. The formation of large number of ureterospores and the elongation of their stalk will lead to the cracking of host epidermis, exposing the ureterospores. അപ്പം എപ്പിഡെർമിസ് ബ്രേക്ക് ചെയ്തിട്ടാണ് ureterospores exposed ആവുന്നത്. Wind and other agents carry the liberated spores from one host plant to another. Under favorable conditions, the ureterospores germinate. The germ tube, on reaching the stoma, swells up into an elongated vesicle called aprosorium. Favorable condition ആവുമ്പം spores germinate ചെയ്യും. Germinate ചെയ്ത spore സ്റ്റൊമേറ്റയിൽ എത്തുമ്പോഴത്തേക്ക് ആ സ്റ്റൊമേറ്റയിൽ അവിടെ വെച്ചിട്ടൊന്ന് swell ചെയ്യും. An elongated vesicle called aprosorium form ചെയ്യും. ഈ aprosoriumത്തിൽ നിന്നാണ് ഇൻഫെക്ഷൻ ഹൈഫെ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഒരു ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് അത് കടക്കുകയും ചെയ്യും. അതിന് ഹോസ്റ്റോറിയ ഫോം ചെയ്ത് ഓരോ സെല്ലിൽ നിന്നും ഇതുപോലെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കും. Later on, it will produce pustules on the infected leaf. These pustules are called uridosori. പിന്നീട് ഇത് ഓരോ പസ്റ്റ്യൂൾസ് ഇൻഫെക്റ്റഡ് ലീഫിന് ഒരു പസ്റ്റ്യൂൾസ് ഒക്കെ ഫോം ചെയ്യും. Ureterospores therefore serve as an efficient means of secondary infection. The infection due to ureterospores can be seen as a reddish-brown pustules on the leaves and the stem of wheat plant. സ്റ്റെമ്മിലും ലീവ്സിലും ഒക്കെ റെഡിഷ് ബ്രൗൺ പസ്റ്റ്യൂൾസ് ആയിട്ടായിരിക്കും ഇൻഫെക്ഷൻ കാണുന്നത്, യൂറിഡോസ്പോർസ് കാണുന്നത്. അതുകൊണ്ട് ഇതിനെ റെഡ് സ്റ്റേജ് അല്ലെങ്കിൽ സമ്മർ സ്റ്റേജ് എന്നാണ്. Late in the growing season, the same hyphal mass that give rise to Uridia or Uridosori produce Telia or Teleosori. ഈ സെയിം ഹൈഫെ, അതായത് യൂറിഡോസ്പോർസ് ഫോം ചെയ്ത അതേ ഹൈഫയിൽ തന്നെ പിന്നെ ടിലിറ്റോസ്പോർസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്, ടിലിറ്റോസോറി. In other words, the red stage or the summer stage is gradually replaced by the black stage or winter stage. പിന്നെ ബ്ലാക്ക് സ്റ്റേജോ വിന്റർ സ്റ്റേജോ ആയിരിക്കും ഫോം ചെയ്യുന്നത്. These sori are now called Teletosori and the stage is called Teleal stage. ഈ സ്റ്റേജിനെ Teleal stage എന്ന് പറയും. Teleospores get exposed when the host epidermis breaks open. Ureterospores expose ചെയ്ത പോലെ തന്നെ എപ്പിഡെർമിസ് ബ്രേക്ക് ചെയ്തിട്ടാണ് Teletospores എക്സ്പോസ്ഡ് ആവുന്നത്. Teletospores are two-celled, dark brown or black in color with oblong or cavity shape, thick and smooth walled. Teletospores രണ്ട് celled ആയിരിക്കും, black in color or brown with oblong or cavity shape, thick and smooth walled ആയിരിക്കും. They are slightly constricted at the cross wall between the two cells. രണ്ട് സെൽസ് ഉണ്ടാവും, അതിന്റെ ക്രോസ് വാളിന്റെ സ്ഥലത്ത് ഒരു സ്ലൈറ്റ് കൺസ്ട്രക്ഷൻസ് കാണാം. They get firmly attached to a long stalk. Each cell of the teletospores has 2 nuclei and a germ pore. The 2 nuclei in a cell of teletospore fuse to form diploid nucleus. അപ്പം ഒരു ടെലിറ്റോസ്പോർസിൽ തന്നെ രണ്ട് സെല്ല് ഉണ്ടാവും. ആ രണ്ട് സെല്ലിലെ ഓരോ സെല്ലിലും രണ്ട് ന്യൂക്ലിയസും ഒരു ജേം പോറും ഉണ്ടാവും. പിന്നീട് അത് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് മാറും. They remain dormant till the beginning of spring season. In spring, each cell of the teletospores produce a promycelium. Promycelium അല്ലെങ്കിൽ germ tube. Teletospores വന്നു കഴിഞ്ഞാൽ അത് ജെർമിനേറ്റ് ചെയ്ത് ആ ജേം ട്യൂബിനെ നമ്മൾ പ്രോമൈസീലിയം എന്ന് പറയും. ഈ പ്രോമൈസീലിയത്തിലേക്ക് ഈ പറഞ്ഞ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് കിടക്കും. എന്നിട്ട് അവിടെ മിയോസിസ് നടന്ന് 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫോം ചെയ്യും. പിന്നെ ഈ പ്രോമൈസീലിയത്തിൽ സെപ്റ്റ ഫോം ചെയ്ത് 4 സെല്ലായിട്ട് മാറും. ഈ 4 സെല്ലിൽ നിന്നും ഓരോ സ്റ്റെറിഗ്മീറ്റർ വീതം ഫോം ചെയ്യും. Later, at the end of each sterigmata, a basidiospore is produced. 2 of the basidiospores are plus strain and other belong to minus strain. രണ്ടെണ്ണം
പ്ലസ് സ്ട്രെയിനും ബാക്കി രണ്ടെണ്ണം മൈനസ് സ്ട്രെയിനും ആയിരിക്കും. ബെസിയോസ്പോർസ് റെപ്രസെന്റ് ദ ബിഗിനിങ് ഓഫ് ദ ഹാപ്ലോയിഡ് ഫേസ്. ബെസിയോസ്പോർസ് ആണ് ഹാപ്ലോഫേസിന്റെ ബിഗിനിങ്, സ്റ്റാർട്ടിങ്. The haplophase consists of a haplomycelium and two spore stages, namely pycnidial stage and an acidial stage. രണ്ട് spore stages ഉണ്ടാവും, ഒന്ന് pycnidial stage ഉം acidial stage ഉം. The basidiospores germinate only on the leaves of alternate host. ഈ basidiospores പിന്നെ wheat പ്ലാന്റിനെ എഫക്ട് ചെയ്യില്ല, പിന്നെ ഇത് എഫക്ട് ചെയ്യുന്ന ബാർബറി പ്ലാന്റിനെ ആയിരിക്കും. The basidiospores germinate on the leaves of barberry plant and produce monokaryotic mycelium below the upper epidermis of the leaf. Upper epidermisലാണ് ഈ monokaryotic mycelium produce ചെയ്യുന്നത്. എന്നിട്ട് ഇതൊരു ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെ പിക്നീഡിയം എന്ന് പറയും, അല്ലെങ്കിൽ സ്പെർമഗോണിയം എന്ന് പറയും. ഈ പിക്നീഡിയത്തിന് ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവും, അതിനെ ഓസ്റ്റിയോൾ എന്ന് പറയും. ഈ ഓസ്റ്റിയോളിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെറൈൽ ഹൈഫ ഉണ്ടാവും, അതിനെ പെരിഫൈസിസ് എന്ന് പറയും. ഈ പിക്നീഡിയത്തിന്റെ അകത്ത് തന്നെ രണ്ട് തരത്തിലുള്ള ഹൈഫ ഉണ്ടാവും, ഒന്ന് റിസപ്റ്റീവ് ഹൈഫയും ഒന്ന് സ്പെർമേഷ്യൽ ഹൈഫയും. റിസപ്റ്റീവ് ഹൈഫ ആണെങ്കിൽ അത് ലോങ് ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഹൈഫ ആയിരിക്കും. അത് ഓസ്റ്റിയോളിന് ബിയോണ്ട്, ഓസ്റ്റിയോൾ കഴിഞ്ഞ് അതിനെ പ്രിട്രൂഡ് ചെയ്തിരിക്കും. സ്പെർമേഷ്യൽ ഹൈഫയിൽ നിന്നാണ് സ്പെർമേഷ്യ അല്ലെങ്കിൽ പിക്നീഡിയോസ്പോർസ് ഫോം ചെയ്യുന്നത്. Spermatium is a small, non-motile oval cell with a thin walled and a relatively large nucleus. Spermatium oval cell ആയിരിക്കും, thin walled ആയിരിക്കും, relatively large nucleus ഒക്കെയുള്ള cells ആയിരിക്കും. Pycnidium give rise to only plus or minus spermatium or pycnidiospores. Pycnidium ഒന്നില്ലെങ്കിൽ പ്ലസ് സ്ട്രെയിനിലോ അല്ലെങ്കിൽ മൈനസ് സ്ട്രെയിനിലോ ഉള്ള പിക്നീഡിയോസ്പോർസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പിക്നീഡിയോസ്പോർസ് ഒരു സ്ട്രെയിനിൽ നിന്ന്, ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സ്ട്രെയിനിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള റിസപ്റ്റീവ് ഹൈഫയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ബൈ insects. A binucleate cell is formed by dissolution of intervening wall at the point of contact between spermatium and receptive hyphae. A point of contact, അതായത് പിക്നീഡിയോസ്പോർസ് റിസപ്റ്റീവ് ഹൈഫ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വോള് ഡിസൊല്യൂഷൻ സംഭവിക്കും, ഡിസോൾവ് ചെയ്യും, ഡിസൊല്യൂഷൻ സംഭവിച്ച് ബൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള സെല്ലായിട്ട് മാറും. അവിടെ ഫ്യൂഷൻ നടക്കുന്നില്ല, പക്ഷെ സെൽസ് ബൈന്യൂക്ലിയേറ്റ് ആയിട്ടിരിക്കും. The two nuclei of opposite strain remain together forming a dikaryon. Dikaryon ആയിട്ട് നിൽക്കും. This process is known as spermatization or dikaryoticization. From those dikaryotic cells, a dikaryotic mycelium is formed. Dikaryotic cell is dikaryotic mycelium form ചെയ്യും. The mycelium accumulates and produces acidial sori or acidial cup on the lower surface of the barberry leaf. Dikaryotic mycelium accumulate ചെയ്യുന്നത് ബാർബറി ലീഫിന്റെ ലോവർ സർഫസിലായിരിക്കും. Acidial cup is surrounded by sterile hyphae called the peridium. The sterile hyphae ഉണ്ടോ അതിനെ peridium എന്ന് പറയും. From the middle of the cup, the dikaryotic mycelium forms a number of erect hyphae called the sporophores. Peridiumത്തിന്റെ മിഡിൽ പോർഷനിൽ നിന്ന് ഇറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഹൈഫേ ഫോം ചെയ്യും, അതിനെ സ്പോറോഫോർ എന്ന് പറയും. ഈ ഓരോ സ്പോറോഫോറിൽ നിന്നുമാണ് ബൈന്യൂക്ലിയേറ്റും തിക് വോൾഡും ആയിട്ടുള്ള ഇസിഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. In between acidiospores, small sterile intercalary cells are present called disjunctor cells. Acidiosporesന്റെ ഇടയിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള ഇന്റർകാലറി സെൽസ് ഉണ്ടാവും, അതിനെ disjunctor cells എന്നാണ് പറയുന്നത്. The acidiospores are liberated out by the breaking of epidermis of the host plant. The liberated acidiospores are carried by air and they gain access to wheat plant. പിന്നെ ഈ acidiospores ബാർബറി പ്ലാന്റിനെ അല്ല എഫക്ട് ചെയ്യുന്നത്, വീറ്റ് പ്ലാന്റിനെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത്. അങ്ങനെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ് ആവും.
Acidospores are incapable of infecting a barberry plant, but they can infect the wheat plant. അഞ്ച് തരത്തിലുള്ള സ്പോർസ് ഫോം ചെയ്യുന്നുണ്ട്. ലൈഫ് സൈക്കിൾ നോക്കുമ്പോൾ അസിഡിയോസ്പോർസ് ഇൻഫെക്റ്റ് വീറ്റ് പ്ലാന്റ്, ദെൻ ഗ്യൂറിഡോസ്പോർസ് ഫോം ചെയ്ത് വീറ്റ് പ്ലാന്റിനെ തന്നെ ഇൻഫെക്റ്റ് ചെയ്യും. സെയിം ഹൈഫെ ടിലിറ്റോസ്പോർസ് ഫോം ചെയ്യും. കാരിയോഗാമി കഴിഞ്ഞ് മെച്യൂർഡ് യൂണിന്യൂക്ലിയേറ്റഡ് ടിലിറ്റോസ്പോർസ് ഫോം ചെയ്യും. അത് ജോമിനേറ്റ് ചെയ്ത ഹൈഫയിൽ നിന്ന് ബസിഡിയോസ്പോർസ് ഫോം ചെയ്യും. സ്പോർസ് ഓപ്പോസിറ്റ് സ്ട്രെയിനിലുള്ള റിസപ്റ്റീവ് ഹൈഫെ ആയിട്ട് ഫ്യൂസ് ചെയ്ത് ഡൈകാരിയോട്ടിക് മൈസീലിയം ഫോം ചെയ്ത് വീണ്ടും എസിഡിയോസ്പോർസ് ഫോം ചെയ്യും.